PM ശ്രീയിൽ ഒപ്പുവെച്ചതിനെതിരെ ആഞ്ഞടിച്ച് CPI. മന്ത്രിസഭയിലും മുന്നണിയിലും കൂട്ടുത്തരവാദിത്തമില്ലെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇരുട്ടിലാണെന്നും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. ആരോടും ചർച്ച ചെയ്യാതെ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച വിദ്യാഭ്യാസ വകുപ്പ് നടപടി മുന്നണി മര്യാദകളുടെ ലംഘനമാണെന്നും ബിനോയ് വിശ്വം തുറന്നടിച്ചു. എന്തിനാണ് അനാവശ്യമായ തിരക്ക് കാണിച്ചതെന്ന് എല്ലാവർക്കും അറിയണമെന്ന് പറഞ്ഞ ബിനോയ് വിശ്വം വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് LDF കൺവീനർക്ക് കത്ത് നൽകി. ആരോടും ആലോചിക്കാതെ ഘടക പാർട്ടികളെയും മന്ത്രിസഭയെയും തന്നെ ഇരുട്ടിലാക്കിക്കൊണ്ട് ഇത്രയും ഗൗരവമേറിയ ഒന്നിൽ LDF ഗവൺമെന്റിന് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് CPIക്ക് അറിയില്ല. ഇതല്ല LDFിന്റെ ശൈലി, ഇതാകരുത് LDFിന്റെ ശൈലി. ആ ഒപ്പിടൽ മുന്നണി മര്യാദകളുടെ ലംഘനമാണ്. അത്തരം ലംഘനം LDFിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. LDF അങ്ങനെയല്ല ഗൗരവമേറിയ പ്രശ്നങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത്. ആ ജനാധിപത്യത്തിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ആശയങ്ങളെയും മൂല്യങ്ങളെയും മറന്നുകൊണ്ട് ഇപ്രകാരം പോകുന്ന ഈ ശൈലി തിരുത്തപ്പെടേണ്ട ഒന്നാണ്. അത് തിരുത്തിയേ തീരൂ. PMC പോലെ ഒന്നിൽ ഇടപെടുമ്പോൾ പലവട്ടം ചിന്തിക്കണം ഒരു ഇടതുപക്ഷ ഗവൺമെന്റ്. CPIയുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയം ഉന്നയിച്ചു. ഈ വാർത്തയെല്ലാം കേട്ടപ്പോൾ എന്താണ് അതിന്റെ സത്യം എന്ന് ചോദിച്ചു. ഒരാളും ഉത്തരം പറഞ്ഞില്ല. അതെന്ത് ഗവൺമെന്റാണത്? എന്താ അതിന്റെ കുട്ടുത്തരവാദിത്വം? PM ശ്രീ പദ്ധതിയിലെ CPI എതിർപ്പ് അടുത്ത ഇടതുമുന്നണി യോഗത്തിൽ LDF ചർച്ച ചെയ്യും. മുഖ്യമന്ത്രി തിരിച്ചെത്തിയ ശേഷം യോഗം ചേരും. CPI കത്ത് നൽകിയതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് തീരുമാനം. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, സുപ്രധാന ചോദ്യങ്ങൾ ബിനോയ് വിശ്വം ചോദിക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇരുട്ടിലാക്കിയത് എന്തിന് ആരോടും ചർച്ച ചെയ്യാതെ ആശയവിനിമയം നടത്താതെ വളരെ പെട്ടെന്ന് MOUവിൽ അല്ലെങ്കിൽ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു? എന്തിനൊരു തിടുക്കം? ഈ ചോദ്യങ്ങൾക്കൊക്കെ മുന്നണി യോഗത്തിൽ മറുപടി പറയേണ്ടി വരില്ലേ സർക്കാരിന്? തീർച്ചയായും അത് തന്നെയാണ്. CPI ഇക്കാര്യത്തിൽ LDF കൺവീനർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. നിലവിൽ CPIയെ അറിയിക്കാതെ ഇങ്ങനൊരു MOUവിൽ ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ട വലിയ വിമർശനമാണ് ഇന്നത്തെ CPI യോഗത്തിലും ഒപ്പം തന്നെ അതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലും ബിനോയ് വിശ്വം ഉന്നയിച്ചത്. ഒപ്പം തന്നെ LDF എന്ത് തീരുമാനം എടുക്കണം എന്ന് കൂടിയാലോചനയ്ക്ക് ശേഷം തീരുമാനിക്കണം എന്നുള്ളതായിരുന്നു ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ LDF കൺവീനർ TP രാമകൃഷ്ണന് LDF യോഗം എത്രയും പെട്ടെന്ന് ചേരണമെന്നാവശ്യപ്പെട്ടുള്ള കത്ത് നൽകിയിരിക്കുന്നത്. 27-ാം തീയതിയാണ് CPIയുടെ എക്സിക്യൂട്ടീവ് യോഗം ആലപ്പുഴയിൽ ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ യോഗത്തിൽ തീരുമാനം പറയുമെന്നാണ് നിലവിൽ CPI സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. അതിനു മുമ്പ് തന്നെ പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കമാണ് CPMന്റെ ഭാഗത്തുനിന്നുണ്ടാവുക. എന്തായാലും CPIയുടെ ആവശ്യപ്രകാരം തൊട്ടടുത്ത ദിവസം തന്നെ LDF യോഗം ചേരാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. നിലവിൽ ഗൾഫ് പര്യടനത്തിലുള്ള മുഖ്യമന്ത്രി നാളെ എറണാകുളത്ത് തിരിച്ചെത്തും. അതിനുശേഷം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് എത്തുന്ന ദിവസമായിരിക്കും LDF യോഗം ചേരുക എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ MV ഗോവിന്ദനും വ്യക്തമാക്കിയത് CPIയുമായി ചർച്ച ചെയ്ത് ആലോചനയ്ക്ക് ശേഷം പ്രശ്നം പരിഹരിക്കും എന്നുള്ളതാണ്. ഏത് തരത്തിൽ പരിഹാരം ഉണ്ടാകും എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയില്ല. കാരണം MOU സൈൻ ചെയ്തതുമായി ബന്ധപ്പെട്ട് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഉൾപ്പെടുന്ന കാര്യത്തിൽ എന്ത് മറുപടിയാണ് CPIക്ക് CPM നൽകുക എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. RJD ഉൾപ്പെടെയുള്ള കക്ഷികളും LDFിൽ ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതിനായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നിലവിൽ LDF യോഗം ചേരാനുള്ള തീരുമാനം എടുത്തതോടുകൂടി LDFിൽ ഈ വിഷയം ചർച്ച ചെയ്യുകയും മുഖ്യമന്ത്രിയുടെ കൂടി ഇടപെടലിന്റെ ഭാഗമായി പ്രശ്നപരിഹാരം ഉണ്ടാകും എന്നുള്ളതാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. അതുതന്നെയാണ് CPM സെക്രട്ടേറിയറ്റ് യോഗത്തിലും തീരുമാനിച്ചത്. CPIയുമായുള്ള ചർച്ചയ്ക്ക് മുഖ്യമന്ത്രിയെ തന്നെ ചുമതലപ്പെടുത്താനുള്ള ഒരു തീരുമാനമായിരുന്നു സെക്രട്ടേറിയറ്റിന്റെ ഭാഗമായി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ LDF യോഗം കൂടി ചേരുന്നതോടുകൂടി പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ രാവിലെയൊക്കെ കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്ന CPI പക്ഷേ വൈകിട്ടായതോടുകൂടി അത്തരം കടുത്ത നിലപാടുകളിലേക്ക് പോയില്ല. ഒരുപക്ഷെ ഇന്ന് തന്നെ മന്ത്രിമാരെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് ഒഴിവാക്കാൻ വിട്ടുനിൽക്കാനുള്ള നിർദ്ദേശമൊക്കെ നൽകും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ 27-ാം തീയതി എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന് തീരുമാനമെടുക്കാമെന്ന തീരുമാനത്തിലേക്ക് CPI എത്തുകയായിരുന്നു. അതിനർത്ഥം മുഖ്യമന്ത്രി എത്തിയ ശേഷം ഇക്കാര്യത്തിൽ ഒരു തീരുമാനവും ഒരു സമന്വയവും അനുനയവും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും വലിയ എതിർപ്പ് ഉയരുന്നുണ്ട്. പ്രതിഷേധങ്ങൾ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ ഭാഗത്തുനിന്നൊക്കെ ഉയരുകയാണ്. അതുപോലെ തന്നെ CPIയും ഒരു തിരുത്തൽ വേണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയൊരു പിന്നാക്കം പോകൽ സാധ്യമാണോ? PM ശ്രീ പദ്ധതി റദ്ദാക്കാൻ സംസ്ഥാനത്തിന് അവകാശമില്ല എന്നല്ലേ അറിയുന്നത്?
ദിവ്യ, തീർച്ചയായും. അതായത് MOയിൽ പറയുന്നത് 30 ദിവസത്തിനകം ഏതെങ്കിലും തരത്തിൽ പബ്ലിക് ഇൻട്രസ്റ്റിൽ ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊള്ളാം എന്നുള്ളതാണ്. അതിൽ സംസ്ഥാന സർക്കാരിന് ഈ MOയിൽ നിന്ന് ഒഴിവാകാം എന്നുള്ളതായിരുന്നു ക്ലോസ് എന്ന നിലയിലായിരുന്നു വ്യാഖ്യാനിക്കപ്പെട്ടത്. പക്ഷേ MOയിൽ കൃത്യമായി വ്യക്തമാക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ് ഇത്തരത്തിൽ അതായത് MO റദ്ദാക്കാൻ, കരാർ റദ്ദാക്കാനുള്ള അധികാരമുള്ളത്. ഏതെങ്കിലും തരത്തിൽ ആക്ഷേപം ഉയർന്നാൽ അതിൽ ഈ നിലവിൽ പറയുന്ന ബൈലോയിൽ പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ലംഘിച്ചാൽ, സംസ്ഥാന സർക്കാർ ലംഘിച്ചാൽ കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ നോട്ടീസ് നൽകാനും 30 ദിവസത്തിനകം കരാർ റദ്ദാക്കാനുമുള്ള അനുവാദമുണ്ട് എന്നുള്ളതാണ് ബൈലോയിൽ പറയുന്നത്. അതിനർത്ഥം സംസ്ഥാന സർക്കാരിന് എന്തായാലും ഒപ്പിട്ട കരാറിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല. പക്ഷേ ഏതെങ്കിലും തരത്തിൽ നിലവിൽ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ സൂചിപ്പിക്കുന്നത് പോലെ ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമാകാൻ അത് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഭാഗമാകണം എന്നുള്ളത് ഈ ബൈലോയിൽ പറയുന്നതാണ്, PSCയുടെ ബൈലോയിൽ പറയുന്നതാണ്. അതിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ കേന്ദ്ര സർക്കാരിന് അത് റദ്ദാക്കാനുള്ള അധികാരമുണ്ട് എന്നുള്ളതാണ് ഈ MOയിലെ ഓരോ ഭാഗങ്ങളിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ MOയിൽ ഉള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഒരു കാര്യം പറയുന്നത്, സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ പറയുന്ന ഭാഗത്ത് നിൽക്കുന്ന ഒരു ഭാഗമെന്ന് പറയുന്നത്, അതായത് സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും കൂടിയാലോചിച്ച് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഈ ബൈലോയിൽ ഉണ്ടാക്കാം എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. എന്തായാലും പദ്ധതി റദ്ദാക്കാൻ, അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഇനി സംസ്ഥാനത്തിന് കഴിയില്ല. MOU റദ്ദാക്കാൻ കേന്ദ്രത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. അത് 30 ദിവസം മുന്നോടിയായി അത് നോട്ടീസ് നൽകിക്കൊണ്ടായിരിക്കും അതിന് സാധ്യമാവുക. അതായത് കേന്ദ്രത്തിന് മാത്രമേ ഇനി ഈ പദ്ധതിയിൽ നിന്ന് പിന്നോക്കം പോകാൻ കഴിയുള്ളൂ, സംസ്ഥാനത്തിനായിട്ട് കഴിയില്ല എന്നാണ് അറിയുന്നത്. വിജിൻ വായാന്തോടാണ് വിവരങ്ങൾ നൽകിയത്.